ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉറുമ്പിക്കരയ്ക്ക് ഇറങ്ങിയിട്ട് വന്ന് ചാടിയതൊരു വെള്ളച്ചാട്ടത്തിലാട്ടോ. എന്തായാലും ഇവിടെ നമുക്ക് വേറെ നിവൃത്തിയില്ല, തിരിച്ചു പോകാതിരിക്കാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു പോവുകയാണ്. തിരിച്ച് നമുക്ക് ഉറുമ്പിക്കര വഴിക്ക് തന്നെ പോകണം. ഒന്നാമത് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളൊരു സമയമാണിപ്പം. നേരത്തെ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും വേണ്ടില്ല, ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചിനി ഉറുമ്പിക്കരയ്ക്കാണ് പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ടാസ്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റാണ് ഇന്നത്തെ താരം. കാരണം നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ വീണ്ടും കിട്ടിയ അതേ ക്ലൈമറ്റാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് സംസാരമൊന്നും വേണ്ടാന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും എന്തെങ്കിലും കാണുമ്പോൾ പറയാണ്ടിരിക്കണം എങ്ങനെയാണെന്ന് ഓർത്തോണ്ട് വർത്തമാനം പറഞ്ഞ കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തു, നമ്മുടെ സഫാരീനെ അധികം കാണിച്ചില്ലല്ലോ, സഫാരിയോട് ചെയ്തത് ഭയങ്കര മോശമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് നമ്മുടെ കൂടെ ഡ്രൈവ് വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണല്ലോ. അപ്പം പുള്ളിക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേനും ഡ്രൈവിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പുള്ളിക്ക് അപ്പം വീഡിയോയിൽ അങ്ങനെ പുള്ളിക്ക് അങ്ങനെ പ്രസൻറ്റ് ആവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അധികം വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തണ്ടാട്ടോ എന്നുള്ള ഒരു അഭ്യർത്ഥനയുടെ പുറത്താണ് അധികം സംസാരിക്കാതെ അല്ല അധികം കാണിക്കാതെ ഞാൻ ആ സഫാരീനെ ഒഴിവാക്കിയത്. അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ആരൊന്നും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. അത് ആൾ പറഞ്ഞതിൻ്റെ പേരില്ല. നമ്മൾ ഓണർമാരാലോ, അവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം എന്നാ പറഞ്ഞാൽ വീഡിയോയിലൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഡ്രൈവ് എൻജോയ് ചെയ്യുക എന്നുള്ള മൈൻഡിലായതുകൊണ്ടാണ് പുള്ളി എന്നോട് അങ്ങനെ സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കിയെന്നുള്ളൂ. എന്നാലും ഇടയ്ക്ക് ചില പോർഷൻസൊക്കെ ചെറുതായിട്ട് സൈഡിൽ നിന്നും അവിടെ നിന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മെയിനായിട്ട് എൻ്റെ കുറേ പേര് ചോദിച്ചത് കൊണ്ട് ഞാൻ ഒരു മറുപടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ആ ടയറിങ്ങനെ മഴ നനഞ്ഞ് കുളിച്ച അവസാനം ആ കല്ലേക്കൂടെയും നനഞ്ഞു കിടക്കുന്ന വഴി കൂടെ കയറി പോണത് കാണാൻ ഒരു പ്രത്യേക രസം തോന്നിയിട്ടു. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്യാണ്ട് ഫുള്ളായിട്ട് ഇട്ടു എന്നുള്ളൂ. എനിക്കൊരു ഭംഗി തോന്നി. കാരണം നല്ല രസമല്ലേ ടയർ ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോണത് കാണാം. പക്ഷേ നമ്മുടെ ടയറിൻ്റെ കുലുക്കം എന്തോരം ഉണ്ടെന്നുള്ളത് ക്യാമറ നോക്കിയാൽ മനസ്സിലാവട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഷെയ്ക്കായിട്ടാണ് വീഡിയോ വന്നിരിക്കുന്നത്. കാരണം അതുപോലെ കുലുങ്ങിയാണ് കയറി പോകുന്നത്. അത്രയും നമുക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടപ്പോഴേക്കും ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നൊരു മുതലാട്ട വരുന്നത്. കാരണം അന്യായ ലുക്കായിരുന്നു കേട്ടോ ജിംനി കാണാൻ. അപ്പോൾ ഒരുപാട് ഫാൻസ് ജിംനിക്കുണ്ടെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായിട്ടോ. നമ്മളങ്ങനെ ഇവിടുത്തെ വെള്ളച്ചാട്ടവും കണ്ട് തിരിച്ചു പോവാട്ടോ. അത്യാവശ്യം നല്ലൊരു വൈബുള്ള സ്ഥലമാട്ടോ. പക്ഷെ ഒരു വണ്ടി രണ്ട് വണ്ടി കൂടുതലൊന്നും അവിടെ ഇടാൻ പറ്റത്തില്ല. എല്ലാ വണ്ടി നിരത്തി ഇട്ടിട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നല്ല വൈബൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. പക്ഷെ അത് പറ്റാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ദുഃഖത്തിലാണ്. എന്തായാലും വെണ്ട തിരിച്ച് ഞങ്ങൾ പോവുക. ഉറുമ്പിക്കരയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ ഉറുമ്പിക്കര കയറി ഇറങ്ങി കഴിയുമ്പോൾ അവിടെ ഒരു മഹീന്ദ്രയുടെ ഒരു ട്രാക്കുണ്ട്. അവിടെ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് പോകണം. അങ്ങനെയൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇനിയിപ്പോൾ അടുത്ത വഴിക്ക് പോകട്ടോ. ഉറുമ്പിക്കരയുടെ ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. ഇപ്പം പണ്ട് വരുമ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റ് ഇല്ലായിരുന്നു. അന്ന് നല്ല ടാസ്ക് ആയിരുന്നു. ഇപ്പോൾ വളരെ ഈസിയാണ്. ടാസ്കുള്ള സ്ഥലം എത്തുമ്പോൾ കാര്യമായിട്ട് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അതുവരെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളേ. ചെറിയൊരു ചായക്കട ഉറുമ്പിക്കര പോകുമ്പോൾ
അളിയൻ്റെ ചായക്കട. അതുകൊണ്ട് എന്തായാലും ചായ കുടിക്കാൻ നിർത്തും കേട്ടോ. നല്ല വിശപ്പുണ്ട്, നല്ല ചൂടൻ കടിയും സാധനമൊക്കെ ഉണ്ട് വിത്ത് ചായ. അപ്പോൾ അത് കുടിക്കാൻ നിർത്ത് വന്നേക്കോട്ടോ. തീർന്നാ പരിപ്പോടാ. നമ്മുടെ ഫാക്ടറി ഇപ്പോൾ അവിടെ നിർത്തിയില്ലാട്ടോ അധികം നേരം. കാരണം ഒന്നാമത് സമയമില്ല. കാരണം ഉദ്ദേശിച്ച പോലെയല്ല, സമയം ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ഉച്ച കഴിഞ്ഞു, നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ സമയം നേടാ 1:19 സമയം. 1:19 അവസ്ഥയാണിത്. എന്തായാലും അടിപൊളിയായി എന്നായാലും. അപ്പോൾ മേളിലേക്ക് പോകാനുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് പിന്നെയും മുന്നോട്ട് പോകട്ടോ. ഞങ്ങളുടെ കുഞ്ഞ് JCB ഇറങ്ങണം. നോക്കി ഇത് കൊള്ളാലോ യാസിനെ. എടാ ഫ്രണ്ടും ഉണ്ട്, വായിക്കൊണ്ടാ. ആ നല്ലതാലോ, നോക്ക് അടിപൊളി. ഭയങ്കര രസമുള്ള ക്ലൈമറ്റാട്ടോ. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഉറുമ്പിക്കരയിലത്തെ ഓഫ് റോഡ് തുടങ്ങുന്ന ഒരു പോയിൻ്റ് ആട്ടോ ഇവിടെ. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ എന്താ ഉറുമ്പി റിസോർട്ടോ അങ്ങനെ എന്തോ റിസോർട്ടൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്നാണ് ഫസ്റ്റ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യണത് ഉറുമ്പിക്കരയുടെ ഓഫ് റോഡ്. അതായത് മൊത്തം ഇവിടുന്ന് ഇനി മേളിലേക്ക് കോൺക്രീറ്റ് റോഡൊന്നും ഇല്ല കേട്ടോ. മൊത്തം കല്ലിട്ട വഴികളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഈ വരുന്ന താറിനെ നമ്മളെ വീഡിയോയിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. യുവന്മാർ മുമ്പിൽ പോക്കാണ് പരിപാടി. മുമ്പിൽ പോകണോണ്ടാണ് ഇവന്മാരെ വീഡിയോയിൽ കിട്ടാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞ് എന്നോട് മുമ്പിൽ പോക്കോ, ഞങ്ങൾ പുറകിൽ വന്നോളാം. അങ്ങനെ വന്നപ്പോഴേക്ക് ഇവന്മാരെയൊക്കെ നമുക്ക് വീഡിയോയിൽ കിട്ടി. ഇതിനു മുമ്പുള്ള വീഡിയോ ഒന്നും ഇവരെ കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഇവർ വഴികാട്ടികളായതുകൊണ്ട് മുന്നിൽ അങ്ങ് പോവും. അപ്പോൾ വീഡിയോ ഒന്നും കിട്ടത്തില്ല കേട്ടോ. അങ്ങനെയാണ് പെട്ടുപോയത്. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് അവന്മാരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വണ്ടികളായിട്ട് മേളിലേക്ക് പോകട്ടോ. അപ്പോൾ ഇതേ നിൽക്കുന്ന ജീപ്പിലെ ചേട്ടന്മാർ പോന്നിട്ടോ. മേളിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടിക്കാനത്ത് ചെന്ന് ആടാം എന്നൊക്കെ നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അത് കേട്ടോ നമ്മൾ മേളിലേക്ക് പോകാട്ടോ. അപ്പോൾ മേളിലേക്ക് പോയിട്ടൊരു മലയുടെ മേളിൽ കയറിയെന്ന് വീഡിയോ എടുത്ത കേട്ടോ. വഴി ഇങ്ങനെ താഴത്തോടെ കറങ്ങി വന്ന് തിരിച്ച് കറങ്ങി മേളിലേക്ക് കയറേണ്ട ഒരു ഏരിയ കേട്ടോ. അപ്പോൾ അവർ ഞങ്ങൾ പോയി വീഡിയോ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവർ അൽസാബിത്തും ഷറഫും കൂടെ കൂടി വീഡിയോ എടുക്കാൻ വേണ്ടി ചേർന്ന കേട്ടോ. കണ്ടോ അവിടെ നിന്ന് വളഞ്ഞ് ഈ വഴി കളഞ്ഞ് നേരെ മേളിലേക്ക് പോകാൻ കേട്ടോ. അത്യാവശ്യം ലോങ് ഷോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് ഞങ്ങൾ എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്ത കേട്ടോ. ഈ ചില ആംഗിളിൽ നിന്ന് വണ്ടികളിങ്ങനെ കയറി വന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കാരണം നമുക്കത് നോക്കി നിൽക്കാൻ തോന്നും. നമ്മൾ വണ്ടി ഓടിക്കണോണ്ട് നമുക്കങ്ങനെ ഇറങ്ങി നിന്ന് നോക്കാൻ പറ്റത്തില്ല, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ക്യാമറാമാന്മാരെ സമ്മതിക്കണം. നമ്മുടെ വീഡിയോ എടുക്കാൻ നിൽക്കണമാർ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ വരുന്ന വരവും ആ ഒരു ഭംഗി നോക്കി അതിലേക്ക് ലയിച്ചു പോയി കഴിഞ്ഞാൽ വീഡിയോയിൽ കിട്ടത്തില്ല കേട്ടോ.
അപ്പോൾ അതും കൺട്രോൾ ചെയ്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും സംഭവം എന്നായാലും അടിപൊളിയാണ്, നല്ല രസമാണ് വണ്ടി കയറുക. ഇപ്പോൾ ഈ വണ്ടിയല്ല, നമ്മൾ ചില വണ്ടികളിങ്ങനെ കുലുങ്ങി കയറും എന്നെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് ഇച്ചിരി കല്ലും കൂട്ടത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ വഴി അറിയാണ്ട് നടന്ന് കയറി വരുമ്പോണ്ടല്ലോ, ആ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്ര സെറ്റപ്പായിരിക്കും. ഞാൻ എൻ്റെ വണ്ടി അത്ര ലുക്കാന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും വണ്ടി കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ ഓരോ വണ്ടികളും വന്ന് കയറുന്നത് നിങ്ങൾ തന്നെ വിലയിരുത്തി നോക്കിയോ കേട്ടോ. അപ്പോൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും തോന്നും മാർക്ക് ഇത്ര പതുക്കെ പോകണം, എന്തിന് ഇച്ചിരി സ്പീഡിൽ പോയാൽ എന്താ കുഴപ്പമെന്ന്. പക്ഷേ സ്പീഡിൽ വേണമെങ്കിൽ നമുക്ക് ഇതിലൂടെ അടിച്ച് കുറച്ച് പോകാം. പക്ഷെ എന്നാലും വണ്ടിക്കും ഡാമേജ് കൂടുതലാണ്, വഴിയും അതുപോലെ മോശമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഓയിലിട്ടിട്ടോ അല്ലെങ്കിൽ അയിലിട്ടിട്ട് ഫസ്റ്റ് ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വണ്ടി ഓരോ കല്ലിൻ്റെ മേളിൽ കൂടെയും കയറി ഇറങ്ങി പതുക്കെ അങ്ങ് പൊക്കോളൂ. നേരെ മറിച്ച് സ്പീഡിലാണ് പോകണമെങ്കിൽ ആ കല്ലിനവിടെ വെച്ചേക്കൂല, അതിനെ മാന്തി പറിച്ച് കളയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് രീതിയിൽ പതുക്കെ പോയി കഴിഞ്ഞാൽ ആ യാത്രേനെ ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അത് പോയിട്ടുള്ളവർക്കത് അറിയാം, ഞാനത് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ഒരു ഭാഗത്ത് നമ്മൾ എപ്പോഴും വന്ന് റെസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സ്ഥലമാട്ടോ. പക്ഷേ ഇപ്പോൾ മണ്ണൊക്കെ ഇട്ടപ്പോൾ എന്തോ നമുക്കങ്ങനെ നിൽക്കാൻ തോന്നിയില്ല. പക്ഷേ നല്ല രസമാണ്, ആ മരത്തിൻ്റെ പൂവെല്ലാം കണ്ടാൽ നിർത്താനൊക്കെ തോന്നും. പിന്നെ നമ്മൾ മെയിനായിട്ട് നമുക്ക് സമയം വൈകി, മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ, അതായത് വൈകിട്ട് മേളിലേക്ക് എത്തുമ്പോൾ കറക്റ്റ് സമയത്ത് എത്തില്ലെങ്കിൽ ഇരുട്ടാകും എന്നുള്ളത് കൊണ്ട് പിന്നെ ഇവിടെ നിന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു ടേണിങ് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം പറഞ്ഞത് ചെറിയൊരു രസമുണ്ട്. അതായത് കല്ല് കിടക്കുമ്പോഴത്തേനും നമുക്ക് വണ്ടി ഓടിച്ചു വരുമ്പോൾ ഇച്ചിരി ടാസ്ക് പോലെ തോന്നിക്കും കേട്ടോ. പയ്യെ ഒന്ന് കറങ്ങിയൊക്കെ കയറാൻ പാകത്തിനുള്ള ഒരു ടയറ് പറ്റിയ സ്ഥലമാണ് അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പിലേക്ക് പോയി നിന്നോട്ടോ എന്നും പറഞ്ഞ് ഇറക്കി വിട്ടിട്ട് അവൻ വന്ന് നിൽപ്പുണ്ട്. കാരണം കുഴപ്പമില്ല, നമ്മുടെ വണ്ടിക്ക് വലിയ കുഴപ്പം വരില്ലായിരിക്കണം, എന്നാലും ബാക്കിയുള്ള വണ്ടികൾക്കാണെങ്കിലും ഒന്ന് ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ടയറൊക്കെ കറക്കിയിട്ട് കയറാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷെ നമുക്ക് വീഡിയോയിൽ അത്രമാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അതാണ് വേറൊരു കുഴപ്പം. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇറങ്ങിപ്പോക്കോ, അത്യാവശ്യം ടാസ്ക് കൊണ്ടിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അൽസാബിനെ ഇറക്കി വിട്ടതാണ്. പക്ഷേ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നല്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുന്നോറും ടാസ്കുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ട്, കാരണം മേളിലേക്ക് ചെല്ലുമ്പോൾ നല്ല രീതിയിൽ ടാസ്ക് ഉണ്ട് എന്നാണ് പറഞ്ഞറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നാലും മേളില്ല, ഇനിയിപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് മേളിലേക്ക് പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ കാണിച്ചത്. അപ്പോൾ ഇതുവരെ വലിയ കുഴപ്പമില്ലാണ്ട് വന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ഉള്ള വഴി എന്നാണ് അവസ്ഥ എന്നുള്ളതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എന്നാലും അതുവരെയും ബൈ.